അപ്പോൾ നമ്മളിന്ന് പ്രൊഡക്റ്റ് എങ്ങനെയാണ് വെബ്സൈറ്റിൽ WooCommerce വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു ഗിഫ്റ്റ് ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. മൈ എൻവലപ്പ് എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത്. അതിൻ്റെ അഡ്രസ്സ് myenvelope.in എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നമുക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊഡക്ട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് പുതിയൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് ആഡ് ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് പ്രൊഡക്റ്റാണോ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഹെഡിങ്, അതിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്, അതിന് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ ഞാനിവിടെ ഒരു ഡിജിറ്റൽ ബിസിനസ് കാർഡാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡിങ്ങും കാര്യങ്ങളും എല്ലാം ഞാനിവിടെ ChatGPT വഴി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹെഡിങ് ഇവിടെ സെറ്റാക്കിയിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷൻ ഇതൊന്ന് വായിച്ചു നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. അതിനുശേഷം കീ ഫീച്ചേഴ്സ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. കീ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ അല്ലാതെ താഴത്ത് പ്രൊഡക്റ്റ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്നുണ്ടാവും, അതിൽ കൊടുക്കുക. അതപ്പോൾ അത് മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതായിരിക്കും മെയിനായിട്ട് കാണിക്കുന്നത് കീ ഫീച്ചേഴ്സ്. നമുക്കിതിൻ്റെ പ്രൈസ് ആഡ് ചെയ്യാം. പ്രൈസ് ആഡ് ചെയ്യുന്ന സമയത്ത് റെഗുലർ പ്രൈസ്, അതേപോലെ തന്നെ സെയിൽ പ്രൈസിനേലും കുറച്ച് കൂടുതലായിരിക്കണം നമ്മൾ റെഗുലർ പ്രൈസ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 799 റെഗുലർ പ്രൈസും 499 സെയിൽ പ്രൈസും കൊടുക്കുന്നു. അതേപോലെ ഇൻവെൻട്രിയിൽ പോവുക. ഇൻവെൻട്രിയിൽ അത് സ്റ്റോക്ക് കാണിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ക്വാണ്ടിറ്റി അവിടെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോക്ക് മാനേജ്മെൻറ്റിൽ പോയി എത്രയാണ് സ്റ്റോക്ക് നമുക്കുള്ളത് എന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഇല്ല സ്റ്റോക്ക് ഇന്നും സ്റ്റോക്ക് ഔട്ട് മാത്രം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി ഒരാൾക്ക് ഒരു ഐറ്റം മാത്രമാണ് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഷിപ്പിങ്ങിൻ്റെ ക്ലാസ്, അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതായത് നമ്മൾ വെബ്സൈറ്റിലേക്ക് എങ്ങനെ ഷോക്കേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിന് ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതിയാവും. ഇനി അടുത്തത് ഇതിൻ്റെ ഇമേജാണ്. ഇവിടെ സെറ്റ് പ്രൊഡക്റ്റ് ഇമേജ് എന്നുള്ളത്, അതിൽ അപ്ലോഡ് ഫയൽസ് എടുക്കുക, സെലക്ട് ഫയൽസ്. ഇതിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റാണ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എടുത്ത് ഓപ്പൺ കൊടുത്തു, ഇവിടെ അപ്ലോഡ് ആവുന്നു. ഇനി അത് സെറ്റ് പ്രൊഡക്റ്റ് ഇമേജ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് അപ്ലോഡ് ആവും. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ തംബ്നെയിൽ ഇമേജ് എന്ന് പറയുന്നത്. താഴത്ത് പ്രൊഡക്റ്റ് ഗാലറി ഇമേജസ് എന്നുള്ളതുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് വരാൻ ഉദ്ദേശിക്കുന്ന ഇമേജസ് എന്തൊക്കെയാണോ അത് നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് തന്നെ സ്ലൈഡിങ് ഇമേജ് ആയിട്ട് അവിടെ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് എത്ര ഇമേജ് വേണേലും ഗാലറി ഇമേജ് ആയിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കാറ്റഗറി ഏതിലാണ് വരുന്നത് എന്നുള്ളത്, ഇവിടെ സ്മാർട്ട് ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ എന്താണോ കാറ്റഗറി, ഇപ്പോൾ യൂസ്ഡ് കാറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും വെബ്സൈറ്റിൽ ആ ഒരു ഗൂഗിളിൽ ആ ഒരു പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ പോയിന്റുകൾ 1-2 ആഡ് ചെയ്ത് കൊടുക്കാം. ഫോക്കസ് കീസ്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ഓക്കെ ആണോ എന്നുള്ളതൊന്ന് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം പബ്ലിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കസ്റ്റമേഴ്സിനെ കാണാവുന്ന രീതിയിൽ അത് വിസിബിൾ ആവും. അതെങ്ങനെയാണ് കാണുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വ്യൂ പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക.
നമുക്ക് വെബ്സൈറ്റിൽ എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് കസ്റ്റമർ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഹെഡിങ് ആണ് അത് ഇത്തിരി കൂടുതൽ വലുതായതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ചെറിയ ഹെഡിങ് നമുക്ക് കൊടുക്കാം. എപ്പോഴും ഷോർട്ടായിട്ടുള്ള ഹെഡിങ് അതും അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ കൊടുത്ത കീ ഫീച്ചേഴ്സാണ് ഇവിടെ ആദ്യം ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുന്നത്. താഴത്താണ് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും പ്രൊഡക്റ്റ് അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത്. വെബ്സൈറ്റിൽ എല്ലാ പ്രൊഡക്റ്റുകളും ഉള്ള പേജുകളിലേക്ക് പോയാലും ഇവിടെ സൈഡിൽ ഏറ്റവും അവസാനം നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പേജിലേക്ക് പോകും. ഇവിടെ നിന്ന് കസ്റ്റമറിന് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ടു കാർട്ട് കൊടുത്ത് അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്, ചിലപ്പോൾ എൻക്വയർ നൗ എന്നുള്ളതായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഏതാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു പേജിലേക്കോ കോൺടാക്ട് പേജിലേക്കോ ചെക്കൗട്ട് പേജിലേക്കോ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് WooCommerce വെബ്സൈറ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്.